ഇവിടെ വരുമ്പോൾ തന്നെ ഒരുപാട് ടൈലുകളുടെ ഡിസൈൻസും ഷേപ്പുകളും കാണാൻ പറ്റും. പക്ഷേ ഡിസൈൻസിനെ കുറിച്ച് നമ്മൾ പല എപ്പിസോഡിലും ഡിസ്കസ് ചെയ്യട്ടാ. അപ്പം നമുക്ക് ആദ്യമായിട്ടേ ഈ ടൈലുകൾ ഏതെല്ലാം സൈസിലാണ് വരുന്നത്. ഇപ്പം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ 6x4 8x4 എന്ന് പറയുന്നല്ലാതെ അതിനപ്പുറം വേറെ എന്തെങ്കിലും സൈസുകൾ ഉണ്ടോ എന്ന് നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. ചിപ്പ് ടൈലുകളുണ്ട്. ചിപ്പ് ടൈൽ ചെറിയ സൈസിൽ ഡെക്കറേറ്റീവ് ടൈൽസ് എന്ന് പറയാം. കാരണം അതൊക്കെ ആർക്കിടെക്ട്സ് പിന്നെ അവരുടെ ബാത്റൂംസിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ കിച്ചണിൽ ഡാഡോസ് ഒക്കെ ആയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ അത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കൊടുക്കുന്നതാണ്. ഈ ഒരു സൈസ് കൂടുതലും ആപ്റ്റ് ആകുന്നത് ഏതെങ്കിലും റൂമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? പൊതുവെ പിന്നെ വലിയ ഫോർമാറ്റിൽ വരുന്ന ഡൈനിങ് ഏരിയ, സിറ്റിംഗ് ഏരിയ അങ്ങനത്തോടത്തൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് കൂടുതൽ ആപ്റ്റ് ആകുന്നത്. കാരണം വലിയ സൈസിൽ വലിയ ഫോർമാറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ജോയിൻസ് ഒക്കെ കുറഞ്ഞ് അതിൻ്റെ ഒരു എസ്തറ്റിക് ഫീലിംഗ് ഒന്ന് കിട്ടും. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളൊരു പുതിയൊരു സീരീസ് കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾക്ക് വീട് വെക്കുന്ന ആളുകൾക്കും വീട് റിനോവേറ്റ് ചെയ്യുന്ന ആളുകൾക്കും ഒരുപാട് ഉപകാരപ്പെട്ടൊരു സീരീസാണ് വീടെന്ന സ്വപ്നം. വീടെന്ന സ്വപ്നത്തിൽ ഒരു എപ്പിസോഡ് ടൈലിനെ കുറിച്ച് നമ്മൾ പറയുണ്ടായി. അപ്പോൾ ആ വീഡിയോ പല ആളുകൾക്കും ഉപകാരപ്പെട്ടു. അപ്പോൾ ഞാൻ അതുപോലെ ആഗ്രഹിക്കുന്നു ടൈലിനെ കുറിച്ചൊരു സീരീസ് തന്നെ നമ്മുടെ ആളുകൾക്ക് ഇൻഫർമേഷനായിട്ട് കൊടുത്താലോ എന്നുള്ളത്. പക്ഷെ അതിന് പറ്റിയ ആളും സന്ദർഭങ്ങളൊക്കെ ഒത്തു വരണമല്ലോ. ഇപ്പം നമ്മുടെ സുഹൃത്ത് ഷഫീഖ് നിൽക്കുന്ന ആൾ. അസ്സലാമു അലൈക്കും. ഷഫീഖ് ഭായ് നമ്മളുടെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ്. Peekay സ്റ്റോർ നമുക്ക് എറണാകുളത്തും അതുപോലെ തന്നെ തലശ്ശേരി അല്ലേ, തലശ്ശേരിയിലും ഒരു എക്സ്പീരിയൻസ് സെൻ്റർ ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആളുകളോട് ആദ്യം പറയാനുണ്ട്. അതായത് ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് അതിലെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുകയാണ്. പ്രോഡക്റ്റ് വൈസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് സർവീസ് കിട്ടില്ല എന്നുള്ള ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് നമ്മുടെ ഓഡിയൻസിന് വരികയാണെങ്കിൽ ഞാൻ റെസ്പോൺസിബിളി ഏറ്റെടുത്ത് ആ ഒരു പ്രശ്നം ഞാൻ സോൾവ് ചെയ്യും. കാര്യം ഷഫീഖ് ഭായിനൊക്കെ എനിക്ക് കുറേ നാളായിട്ട് അറിയാം. ഇദ്ദേഹം ഒരു ടൈൽ കൺസൾട്ടൻ്റ് ആണ്. Peekay സ്റ്റോർ എറണാകുളത്താണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷഫീഖ് ഭായ് നമ്മുടെ ആളുകൾക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം എല്ലാ ആളുകളും വീട് വെക്കുമ്പോൾ ടൈലൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ? പണ്ട് ഗ്രാനൈറ്റ് ഒക്കെ മാറിയോ ട്രെൻഡ്? പൊതുവെ മുമ്പത്തെ ട്രെൻഡായിരുന്നു ഗ്രാനൈറ്റും മാർബിൾസും. കാരണം അതിൽ ഇപ്പോൾ കുറേ നമുക്ക് കസ്റ്റമൈസേഷൻ ഒന്നും നടക്കില്ലല്ലോ. അത് ബൈ നേച്ചറിൽ കിട്ടുന്ന കുറെ കളേഴ്സ് മാത്രമേ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ചേഞ്ചസ് ആണ് ഇപ്പോൾ ടൈൽസ് ഇൻഡസ്ട്രിയിൽ വന്നത്. ഭയങ്കര ലൈക്ക് ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി എന്ന് പറയാം. അതിനോട് കമ്പയർ ചെയ്യാവുന്ന രീതിയിൽ ഭയങ്കര ചേഞ്ചസും ഡിസൈൻ വൈസും കളർ വൈസും പാറ്റേൺ വൈസും ഒക്കെ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ് ഇൻഡസ്ട്രിയിൽ വരുന്നത്. ഇവിടെ വരുമ്പോൾ തന്നെ ഒരുപാട് ടൈലുകളുടെ ഡിസൈൻസും ഷേപ്പുകളും കാണാൻ പറ്റും. പക്ഷേ ഡിസൈൻസിനെ കുറിച്ച് നമ്മൾ പല എപ്പിസോഡിലും ഡിസ്കസ് ചെയ്യട്ടാ. അപ്പം നമുക്ക് ആദ്യമായിട്ടേ ഈ ടൈലുകൾ ഏതെല്ലാം സൈസിലാണ് വരുന്നത്. ഇപ്പം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ 6x4 8x4 എന്ന് പറയുന്നല്ലാതെ അതിനപ്പുറം വേറെ എന്തെങ്കിലും സൈസുകൾ ഉണ്ടോ എന്ന് നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ ഒരു മെയിൻലി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈസ് ഓഫ് ടൈൽസ് ഉണ്ട്. നമുക്ക് ഏറ്റവും വലുത് കോമൺ ആയിട്ട് 8x4 മീൻസ് 8 ഫീറ്റ് ഹൈറ്റ് 4 ഫീറ്റ് വിഡ്ത്ത് വരുന്ന 1200 2400 സൈസിൽ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 6x4 എന്ന സൈസ് വരുന്നുണ്ട്. പിന്നെ 4x4 വരുന്നുണ്ട്. 80 160 സൈസിൽ വരുന്നുണ്ട്. 4x2 എന്ന് കോമൺ ആയിട്ട് പറയുന്ന 600 1200 സൈസിൽ വരുന്നുണ്ട്. പിന്നെ 2x2 60x60 വരുന്നുണ്ട്. പിന്നെ 3060 വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഈ ആർക്കിടെക്ട്സ് ഡിസൈനേഴ്സിന് വരുന്ന കുറേ ചിപ്പ് ടൈലുകളുണ്ട്. ചെറിയ സൈസിൽ ഡെക്കറേറ്റീവ് ടൈൽസ് എന്ന് പറയാം. കാരണം അതൊക്കെ ആർക്കിടെക്ട്സ് പിന്നെ അവരുടെ ബാത്റൂംസിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ കിച്ചണിൽ ഡാഡോസ് ഒക്കെ ആയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ അത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കൊടുക്കുന്നതാണ്. നേരത്തെ ടൈലിന്റെ സൈസ് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ സൈസ് ടൈലുകളാണ് നമ്മൾ ആൾക്കാരൊന്ന് കാണിക്കണം. ഇത് ഏത് സൈസ്? ഇതാണ് പിന്നെ 8x4 എന്ന് പറഞ്ഞ സൈസ്. 8x4 8 ഫീറ്റ് ലെങ്ത്തും 4 ഫീറ്റ് വിഡ്ത്തും വരുന്നത്. ഇത് കോമൺലി കോമൺ ഏറ്റവും കൂടുതലായിട്ട് ആ സൈസിൽ പോകുന്നത് ഈ ഒരു 8x4 ആണ്. ഇത് എല്ലാ കമ്പനിക്കും ഈ ഒരു സൈസ് ഓൾമോസ്റ്റ് എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സിനും ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സും ഈ സൈസിൽ ഇറക്കുന്നുണ്ട്. ഈ ഒരു സൈസ് കൂടുതലും
ആപ്റ്റ് ആകുന്നത്? ഏതെങ്കിലും റൂമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? പൊതുവെ പിന്നെ വലിയ ഫോർമാറ്റിൽ വരുന്ന ഡൈനിങ് ഏരിയ, സിറ്റിംഗ് ഏരിയ അങ്ങനത്തെ ഇടത്തൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഇത് കൂടുതൽ ആപ്റ്റ് ആകുന്നത്. കാരണം വലിയ സൈസിൽ വലിയ ഫോർമാറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ജോയിൻസ് ഒക്കെ കുറഞ്ഞ് അതിൻ്റെ ഒരു എസ്തറ്റിക് ഫീലിംഗ് ഒന്ന് കിട്ടും. ഓക്കെ ഓക്കെ. ഈ വലിയ സൈസ് എടുക്കുകയാണെങ്കിൽ ജോയിന്റ് ഒന്നും ഇല്ലാത്തൊരു ജോയിൻസ് മാക്സിമം ഒന്ന് കുറഞ്ഞു കിട്ടും. അതിന്റെ ഒരു ഫീച്ചറാണ്, അതിന്റെ ഒരു ഫീച്ചേഴ്സ്. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ അടുത്ത ഏത് സൈസ് ആയിരിക്കും? അടുത്തത് വരുന്നത് 6x4 പറഞ്ഞ സൈസ് വരുന്നുണ്ട്. ഇതിന്റെ തൊട്ടതായ ഇതാണ് 6x4 എന്ന് പറഞ്ഞ ടൈപ്പ്. 120x180 സൈസ്. കോമൺലി ഇപ്പൊ ഇത് കുറെ ആൾക്കാർ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. ട്രെൻഡ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 80-160 കഴിഞ്ഞിട്ട് ഈ ട്രെൻഡിലേക്ക് കൂടുതൽ വരുന്നത്. കാരണം ആളുകൾക്ക് എപ്പോഴും ബിഗർ സൈസ് ഫോർമാറ്റിലേക്കാണ് കൂടുതൽ താല്പര്യം വരുന്നത്. ഇത് കുറച്ചുകൂടെ വലുതാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കണതേ, അത്രയും ലേബർ റിക്വയർമെന്റ് ചിലപ്പോ വെയിറ്റിൽ വരുന്നില്ല, റൈറ്റിലും നല്ല ഡിഫറൻസ് വരുന്നുണ്ട്, പ്രൈസിൽ വരുന്നുണ്ട്. 8x4 ഭയങ്കര ഡിഫറൻസ് കുറവാണ് 6x4 എന്ന ഈ ഫോർമാറ്റ്. ഈ സൈസ് ഇപ്പൊ 6-4 സൈസ് എല്ലാ ബ്രാൻഡുകൾക്കും ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളിലും അവൈലബിൾ ആണ്. ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ കസ്റ്റമർക്ക് ഒരു ഇൻഫർമേഷൻ രൂപത്തിൽ പറയണമെങ്കിൽ എത്ര പ്രൈസ് റേഞ്ച് മുതൽ എത്ര പ്രൈസ് റേഞ്ച് വരെയാണ് 6-4 ടൈലുള്ളത്? ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രീമിയം പ്രോഡക്ട്സ് ഈ 6x4 ഒരു 70 മുതൽ ഒരു 200 റുപ്പീസ് വരെ പ്രീമിയം ക്വാളിറ്റി. ഓക്കെ ഓക്കെ. നിങ്ങളിപ്പോ ഒരു കൺസൾട്ടന്റ് എന്ന രൂപത്തിൽ പേഴ്സണലി റിക്വയർമെന്റ് പറയണമെങ്കിൽ നിങ്ങൾ ഏത് സൈസ് ആയിരിക്കും പറയണത്? പൊതുവെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഈ ഒരു 6x4 ഒക്കെ ആണ് ഇപ്പോഴത്തെ ഒരു ഐഡിയൽ സൈസ് ആയിട്ട് വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇനി വലിയ ഫോർമാറ്റിലേക്ക് വരും. അപ്പോൾ 2 to 3 years കഴിഞ്ഞ് നമ്മൾ വീടൊക്കെ ഉണ്ടാക്കി ഒരു 2-3 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു കോമൺ സൈസ് ആയിട്ട് മാറും. ആ സമയത്ത് നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല ഞാൻ ചെയ്തത് പറ്റ ചെറിയ സൈസ് അല്ല എന്നുള്ളതും അതിന്റെ ഒരു ഫീലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഈ വർഷം തന്നെ നമുക്ക് ഈ ഒരു സൈസിലേക്കുള്ള ഭയങ്കര റിക്വയർമെന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത ഇത് അഫോർഡബിൾ പ്രൈസും കൂടിയാണ്. ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ ഈ ഫോർമാറ്റ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് 6x4 ആണ് അല്ലെ? അത് കഴിഞ്ഞ് വരുന്ന ഒരു സൈസാണ് 4x4. 1200x1100 സ്ക്വയർ ഫോർമാറ്റിൽ വരുന്നതാണ്. സ്ക്വയർ ഫോർമാറ്റ്. ചില ആളുകൾക്ക് സ്ക്വയർ ഫോർമാറ്റ് താല്പര്യം ഉണ്ടാവും. അങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് 4x4. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇപ്പൊ ഈ കാണുന്ന കളർ ഉണ്ടല്ലോ, ഇപ്പൊ ഈ എല്ലാ സൈസുകളിലും അവൈലബിൾ ആണോ? അതൊരു വാല്യുബിൾ ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ചില കമ്പനികളിൽ ഇപ്പൊ നെക്സിയോ എന്ന് പറഞ്ഞ കമ്പനി അതുപോലെ തന്നെ സിംബോളയിലൊക്കെ എല്ലാ ഫോർമാറ്റിലും സെയിം ഡിസൈൻസ് അവൈലബിൾ ആണ്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പൊ ഒരു വീട്ടിലാണെങ്കിൽ സിറ്റിങ്ങോ ഡൈനിങ് ഏരിയയിലൊക്കെ വലിയ ഫോർമാറ്റ് കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ ചെറിയ ഫോർമാറ്റ് ബെഡ്റൂംസിലേക്കൊക്കെ കൊടുക്കാം. കാരണം ബെഡ്റൂംസിന്റെ പ്രത്യേകത പോട്ട് കബോർഡ്സ് ഒക്കെ കവർ ചെയ്ത് പോകുന്നല്ലോ, അതുകൊണ്ട് വിസിബിൾ ഏരിയ കുറവായിരിക്കും. നമുക്കൊരു എക്കണോമിക്കൽ പോയിന്റിൽ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ സൈസിലേക്ക് കൊടുക്കാൻ പറ്റും. ചെറിയ സൈസിലേക്ക് പോകുമ്പോൾ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സ്ക്വയർ ഫീറ്റിന്റെ റേറ്റ് തന്നെ വരും. കാരണം വലിയ ഫോർമാറ്റിലെ കമ്പാരിറ്റീവ് റേറ്റ് കൂടുതലായിരിക്കും പെർ സ്ക്വയർ ഫീറ്റ്. 4x4 കഴിഞ്ഞാൽ വേറെ അടുത്തൊരു സൈസ് ആണ് 80-160. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് പോകുന്ന ഒരു സൈസ് ഇതിലേക്ക് മാറിയിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ 6x4. ഇത് ആണ് 80-160 ആണ് സൈസിൽ അവൈലബിൾ. ഇതിപ്പോ ഈ സൈസ് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയെന്നൊരു സംശയം ഇല്ല അതില്ല കേട്ടോ. ഇനി ഫ്യൂച്ചറിൽ 6x4 ഒക്കെ അതിന്റെ സ്ഥാനത്തേക്ക് റീപ്ലേസ് ചെയ്യാൻ സാധ്യത. അപ്പൊ ഇത്രയാണ് സൈസിൽ വരുന്നത്. ഇനി ഇതിലും കുറഞ്ഞ സൈസാണ് 4x2 സൈസ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇവിടെ തന്നെ നോക്കാം. 4x2 സൈസിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ സൈസ് കാണാം. ഇതാണ് ആ 4x2 സൈസ് എന്ന് പറഞ്ഞത്. 4x2. ഓക്കെ ഓക്കെ. 4 feet ലെങ്ത് 2 feet വിഡ്ത് വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഒരു എപ്പിസോഡ് ഏറ്റവും സാധാരണക്കാരന്റെ ഒരു ടൈലാണ്, ഈ സൈസാണ്. ഈ സൈസിലേക്ക് ആയി ഏറ്റവും മിനിമം. ബാത്റൂംസ് പോലും ഒരു സാധാരണക്കാരിൽ കൊണ്ടുപോകുന്ന ഒരു സൈസിലേക്ക് മാറി. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ ഒരു ഓഡിയൻസിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ഒരു ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൈലുകളുടെ സൈസാണ് അല്ലെ. സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടു ഇപ്പൊ വലുത് അതിന്റെ താഴെ, അപ്പൊ എല്ലാ സൈസുകളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ തിക്നെസ് ഡിഫറൻസിൽ ഉണ്ടാവും ആണല്ലേ. ഇപ്പം ചില നമ്മളെ പർട്ടിക്കുലർ ഏരിയക്ക് ഇപ്പോൾ കാർ പോർച്ച് ഏരിയയിലേക്ക് അവിടെ ഹെവി
ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള ടൈലുകൾ വേണ്ടി വരും. കാരണം ട്രക്കോ ഹെവി വെയിറ്റ് വരുമ്പോൾ അതിന് നമുക്ക് തിക്നെസ് കൂടിയ ടൈപ്പ് ഉണ്ട്, ലോഡിംഗ് കപ്പാസിറ്റി കൂടിയതുണ്ട്. പിന്നെ നമുക്ക് ഇത് കൂടാതെ പൊതുവെ ടൈലിന്റെ ഒരു തിക്നെസ് എന്ന് പറഞ്ഞാൽ 9 to 10 mm തിക്നെസ് ആണ് നോർമലി വരുന്നത്. ചില നമ്മൾ കിച്ചൺ ടോപ്സിനൊക്കെ 15 mm വരുന്നുണ്ട്, 20 mm വരുന്നുണ്ട്. കിച്ചൺ ടോപ്പ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ആളുകൾക്ക് ഒരു ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ ടൈലുകളുടെ സൈസാണ്. ഇപ്പം നമ്മൾ സാധാരണ എന്നെപ്പോലുള്ള ആൾക്കാർ നമുക്ക് ടൈല് വാങ്ങിക്കാൻ പോകാം, അല്ലെങ്കിൽ 8x4 അല്ലെങ്കിൽ 6x4 ഒക്കെ വാങ്ങിക്കാന്നുള്ള ഇപ്പം നമ്മുടെ ആൾക്കാർ ടൈലിന്റെ സൈസും കണ്ടു. അപ്പൊ താങ്ക് യു സോ മച്ച്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഏതൊക്കെ ടൈലുകളാണ് സെറാമിക് വെട്രിഫൈഡ് ടൈലുകളൊക്കെ പരിശോധിക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സീരീസിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പോയിന്റ് എന്ന് പറഞ്ഞാൽ ടൈലിനെ കുറിച്ചൊരു ഫുൾ ഒരു ഇൻഫർമേഷൻ നമ്മൾ ആളുകൾക്ക് കൊടുക്കാം. വീണ്ടും കാണാം. താങ്ക് യു.